വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ പുറത്ത് മെഹന്തി വർക്കിന് പോകുന്നത്. സത്യം പറയാനോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വർക്ക് വേറെ എവിടെയല്ല കേട്ടോ, ഞാൻ പഠിച്ച മംഗലാപുരത്ത് തന്നെയാണ്. പുലർച്ചെ 4 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിന്. ഞാൻ നേരത്തെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്റെ കൂടെ മെഹന്തി ആർട്ടിസ്റ്റായ സെഹലയും സെഹലയുടെ കസിന് ഹുസ്നയും ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ട്രെയിൻ വന്നു. കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് വെറും 4 മണിക്കൂറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സീറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട, ജനറലിൽ തന്നെ പോവാണ്. ജനറലിൽ കാര്യമപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ഇരുന്നുറങ്ങുന്നവരുണ്ട്, കിടന്നുറങ്ങുന്നവരുണ്ട്, എല്ലാ തരത്തിലുള്ള ഉറക്കക്കാരും ഉണ്ട്. ഇവിടെ ഒരാൾ ഉറക്കം തുടങ്ങിയിട്ടോ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേത്രാവതിയുടെ വ്യൂ കണ്ടാണ് ഞാൻ രാവിലെ കണ്ണുറക്കുന്നത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബാംഗ്ലൂർ സെൻട്രലിൽ എത്തിയപ്പോഴോ അവിടെ നിറയെ ആൾക്കാരും പോലീസൊക്കെ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഉണ്ടായിരുന്ന ട്രെയിനിൽ ഏതോ ഒരു ആക്ടർ അങ്ങാനുണ്ടെന്ന്. നമ്മളിപ്പോ കാണാന്നുള്ള രീതിയിൽ അവിടെ കാത്തുനിന്നു. ആക്ടറും അല്ല മിനിസ്റ്ററും അല്ല, ഏതോ ഒരു പുതിയ സ്റ്റേഷൻ മാസ്റ്റർ എങ്ങാനായിരുന്നു അത്. എന്തായാലും സമയസ്ഥിതിക്ക് ഇനി പോവാലേന്ന് പറഞ്ഞ് ഞങ്ങൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി. അസൈഗൊള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയതിനു ശേഷം അവിടുന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള ബസ്സിന് കയറണം. ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടത്തേക്കാണ് ഓട്ടോയിൽ പോകുന്നതെന്നൊക്കെ. ഈ ഒരു ചതി ഞാൻ കോളേജിൽ വന്ന സമയത്ത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. വെറും 30 രൂപ കൊടുത്ത് ബസ്സിന് പോകേണ്ട അടുത്തേക്ക് 500 രൂപയോ 600 രൂപയോ ഒക്കെ ഓട്ടോ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓട്ടോക്കാർ പറയും അങ്ങോട്ടേക്ക് ഈ സമയത്ത് ബസ്സൊന്നും ഇല്ലാന്ന്. നമ്മളിവിടെ ആദ്യമായതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് മാംഗ്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് മുടിപ്പൂലേക്കുള്ള ബസ്സിന് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ആൾക്കാരും കുറവായിരുന്നു കേട്ടോ. ഇനി ഓരോ സ്റ്റോപ്പ് കഴിയും തോറും ആൾക്കാർ കൂടി വരും. അങ്ങനെ ലാസ്റ്റ് കാലുകുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഈ ഒരു ബസ്സിന്റെ രീതി. ഞങ്ങൾ 3 ആളും വേഗം കയറി വിൻഡോ സീറ്റ് ഒക്കെ പിടിച്ചു. അല്ലെങ്കിലും ഈ വിൻഡോ സീറ്റ് വേറെ ഒരു വൈബാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ തൊക്കോട്ടെത്തി. ഈ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു രസകരമായ ഓർമ്മ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ തൊക്കോട്ടുനിന്ന് ഒരു ട്രാൻസ്ജെൻഡർ ബസ്സിലേക്ക് കയറി. ആൾക്കാരോട് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് കയറിയത്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ട്രാൻസ്ജെൻഡറിനെ നേരിട്ട് കണ്ടത്. സത്യം പറഞ്ഞാല് എനിക്കിവർ ആരാണെന്നോ എന്താണെന്നോ ആ ഒരു സമയത്ത് തീരെ അറിയില്ലായിരുന്നു. ഞാനെല്ലാം കൂടെ പേടിച്ച് വരച്ചിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടാണ് എനിക്ക് അവരെന്താണെന്നൊക്കെ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ അവർ ശപിച്ചാൽ വേഗം ശാപം ഏൽക്കുന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആളുകൾ പൈസ കൊടുക്കുന്നതെന്നും അവള് പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് വെറുതെ കുറെ പേടിച്ചു. ഇതാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഏനപ്പോയ. ഇത് മെയിൻ ക്യാമ്പസ് ആണ്. ഞങ്ങളുടെ ക്യാമ്പസ് മുടിപ്പൂലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10 മണിയായപ്പോഴേക്കും അസൈഗൊള്ളി എത്തി. ഇതാണ് ഷെമ മാം. മാം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. മാം ആയിരുന്നു ഞങ്ങളെ ഈ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അവർ ഞങ്ങളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. 130 വർഷം പഴക്കമുള്ളവരുടെ വീടാണ് കേട്ടോ ഇത്. മുറ്റത്തൊരു തുളസിത്തറയും കിളിവാതിലുകളൊക്കെയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു തറവാട് വീട്. ഞാനിത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മളൊക്കെ ഫിലിമിൽ കാണൂലേ, അതുപോലെ തന്നെ. അവിടുന്ന് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. കാരണം വിശന്നിട്ട് കൊടല് കരിയുന്നുണ്ടായിരുന്നു. ഇതാണ് മാംഗ്ലൂർക്കാരുടെ കൊട്ടിക. നമ്മുടെ നാട്ടിലെ ഏകദേശം ഇഡ്ലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. കൊട്ടിക കൊട്ടിക അവരുടെ ട്രഡീഷണൽ പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഹന്തി ഇട്ടത്. അവർ ആക്ച്വലി ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഈ ഒരു മാരേജിന് വേണ്ടിയിട്ട് തറവാട്ടിലെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പിന്നെ അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ബ്രൈഡിനല്ല കേട്ടോ മെഹന്തി ഇടുന്നത്, ഗ്രൂമിനാണ്. ഗ്രൂമിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനുമാണ്. ഈ മാംഗ്ലൂർ ട്രഡീഷന്റെ ഒരു ഭാഗമാണ് ഗ്രൂമിന് മെഹന്തി ഇടുക എന്നുള്ളത്. എന്റെ മെഹന്തി ജേണിയിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രൂമിന് മെഹന്തി ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഗ്രൂം പുനീത്. പുനീത്തിന് വേണ്ടി നമ്മൾ ലോട്ടസ് ഒക്കെ വരുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ബ്രൈഡിന്റെ പേരും സൈഡിലായിട്ട് എഴുതി. ഗ്രൂമിന്റെ മെഹന്തി ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ റിലേറ്റീവ്സിന്റെ മെഹന്തി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും സിമ്പിൾ ഡിസൈൻസ് ആയിരുന്നു കേട്ടോ. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, അമ്മയും അമ്മായിമാരൊക്കെ ഭയങ്കര വൈബായിരുന്നു. നമുക്ക് ലാംഗ്വേജ് അങ്ങോട്ട് പിടികിട്ടുന്നില്ലെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഇത് ഗ്രൂമിന്റെ വേറൊരു കസിന് ചെയ്ത ഡിസൈൻ ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഈ ചേച്ചി പറഞ്ഞു എനിക്കും അത് മതി. ആൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കുട്ടി ഉള്ളോണ്ട് വേഗം തീർക്കണമെന്ന്. ചേച്ചി കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മൂമ്മയെ കാണുന്നത്. മെഹന്തി ഇടാലോ പറഞ്ഞ് വിളിച്ചപ്പോൾ ആള് ഡബിൾ ഓക്കെ. ഈ ഒരു വർക്കിൽ എന്റെ ഫേവറേറ്റ് പാർട്ട് ഇതായിരുന്നു കേട്ടോ. ഓരോ ഡിസൈൻസ് വരയ്ക്കുമ്പോഴും അവരെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കാണായിരുന്നു. അപ്പോഴേക്കും ഇതാ മഞ്ഞ കല്യാണം തുടങ്ങി. ഇത് ഇവരുടെ ട്രഡീഷന്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു പാർട്ടാണ്. റിലേറ്റീവ്സ് എല്ലാവരും ചെറുക്കനെ മഞ്ഞൾ തേപ്പിച്ചതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കലാണ് ഇതിന്റെ ഒരു രീതി.
അതും കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് മെഹന്തി കണ്ടിന്യൂ ചെയ്തത്. ഫുഡൊക്കെ പിന്നെ നോർമൽ നമ്മളെ കേരള സ്റ്റൈലിനാണ് കേട്ടോ. ചെറുക്കിന് മഞ്ഞൾ തേക്കാൻ അമ്മൂമ്മ ഓടിപ്പോയപ്പോ ഞാൻ വിചാരിച്ചിരുന്നു പടച്ചോനെ മെഹന്തി ഒക്കെ പെരങ്ങിയല്ലോ എന്ന്. പക്ഷെ ഇല്ലാട്ടോ, ആള് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൈയിലും മെഹന്തി ഇട്ടാ പിന്നെ ആ കൈ കൊണ്ട് നമുക്കൊരു 5 മണിക്കൂറേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതാണ് മല്ലിക ചേച്ചി. ആൾക്ക് മെഹന്തി ഇടുമ്പോൾ ആളെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരന്റെ പേരും സൈഡിലായിട്ട് എഴുതാൻ. അപ്പൊ ഞാനത് ചെറുതാക്കി എഴുതി കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ഈവനിങ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മെല്ലെ വീടിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കി. അവരുടെ കൾച്ചറിന്റെ അടയാളങ്ങൾ നമുക്ക് ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും കാണാട്ടോ. വൈകുന്നേരത്തിന് ശേഷം ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം ഉണ്ട്. ഇനി നമുക്ക് അവിടെയാണ് മെഹന്തി ഇടേണ്ടത്. നമ്മളിപ്പോൾ ബ്രൈഡിന്റെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഹാളിൽ പോവാണ്. അവിടെയാണ് പരിപാടി. ഇതാണ് ഗൈസ് വീട്. എത്ര 130 വർഷം പഴക്കമുള്ള വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അടിപൊളി വീട്. യെസ്, സെറ്റ് വീട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അവിടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഓഡിറ്റോറിയം വന്നിരുന്നത്. അവിടെയും കുറെ ആൾക്കാർക്ക് മെഹന്തി ഇടാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റോൾ പോലെ സെറ്റ് ചെയ്തിട്ട് വരുന്നവർക്ക് അനുസരിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇയാളാണ് കേട്ടോ ടോക്കൺ നമ്പർ 1. ഈ മോള് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുന്നവരെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് 4 സൈഡും മെഹന്തി ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ അവക്കും സഹല അവളെ മമ്മിക്കും മെഹന്തി സ്റ്റാർട്ട് ചെയ്തു. ഇത് അവളെ അമ്മയാണ് കേട്ടോ. ആദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഞെട്ടി. കാരണം പുള്ളിക്കാരിനെ കാണുമ്പോൾ തീരെ പ്രായം തോന്നില്ലല്ലോ. ആളുടെ കണ്ണു മുഴുവൻ അമ്മയുടെ മെഹന്തിയിലേക്കായിരുന്നു കേട്ടോ. എന്നോട് പറയുന്നുണ്ടായിരുന്നു അമ്മേനെക്കാളും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയായിരുന്നെന്ന്. ഇതാണ് രണ്ടാളുടെയും ഫൈനൽ ലുക്ക്. അവസാനം ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് ആളെ മുഖത്ത് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പോഴേക്കും അവിടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. കുറെ ഗെയിംസും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നേരത്തെ വീട്ടിൽ നിന്ന് മെഹന്തി ഇട്ട ചേച്ചിയാണ് കേട്ടോ. ഒരു കൈ ഫിനിഷ് ആയപ്പോഴേക്കും ആളെ വാവ ഉണർന്നുകൊണ്ട് മറ്റേ കൈ ഇടാനായില്ല. അങ്ങനെ ഓരോരുത്തർ കഴിയുമ്പോഴേക്കും അടുത്ത ആൾ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. വേഗം പോയി ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുള്ളതാണോന്ന് അറിയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. 11:30 കേട്ടോ ഞങ്ങളെ ട്രെയിൻ. എന്താണ് സഹല പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. ഇതായിരുന്നു വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അവസ്ഥ. അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇവരെ തന്നെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോഴേക്കും എന്റെ മൈൻഡിൽ ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ട്രെയിനിൽ കയറിയിട്ട് നടു നിവർത്തി ഒന്ന് കിടക്കണം. ട്രെയിൻ മിസ്സാവുന്ന നല്ല പേടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പിന്നെ 3 മണിക്കാണ് ട്രെയിന്. ഭാഗ്യത്തിന് കറക്റ്റ് ട്രെയിൻ കിട്ടി. സീറ്റിൽ കയറി ഒന്ന് നീണ്ട് നിവർന്ന് കിടന്നേരുണ്ടല്ലോ, സ്വർഗം കണ്ട ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോയി ഉറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.